പണത്തിനാണോ ബന്ധങ്ങൾക്കാണോ നമ്മൾ മലയാളികൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. സഹോദരങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ഒന്നിച്ച് കച്ചവടം നടത്തുന്നവരെ കാണാറുണ്ടല്ലേ? എത്ര അടുപ്പമുള്ളവരാണേലും പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ബന്ധങ്ങൾക്ക് പുല്ലുവിലയാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ ബിസിനസ്സിലെ തർക്കത്തെ തുടർന്നാണ് അനുജനെ ജ്യേഷ്ഠൻ കുത്തിക്കൊന്നത്. പള്ളിമുക്ക് സ്വദേശി അമീറിനെ ഉറങ്ങിക്കിടക്കുമ്പോൾ പുലർച്ചെയാണ് സഹോദരൻ ജുനൈദ് കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. വീട്ടിൽ ഉമ്മയും സഹോദരിയും ഉണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം. കൊലപാതകത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പുലർച്ചെ 5 മണിക്കാണ് നാടിനെ നടുക്കിയ സംഭവം. മുഹമ്മദ് ജുനൈദും അനുജൻ അമീർ സുഹൈലും തമ്മിൽ വീട്ടിൽ വെച്ച് തർക്കമുണ്ടായി. പിന്നാലെ അടുക്കളയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ജുനൈദ് അമീർ സുഹൈലിനെ കുത്തുകയായിരുന്നു. നെഞ്ചിലും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റ അമീർ സുഹൈൽ തൽക്ഷണം മരിച്ചു. കൊലയ്ക്ക് ശേഷം ജുനൈദ് ഇരുചക്രവാഹനത്തിൽ കത്തിയുമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് വിവരം പറഞ്ഞു. നമ്മളൊരു 4:35-4 ഞാൻ അറിയണത്. വീട്ടിൽ നമ്മൾ അയൽവാസി ഒരു പയ്യൻ വന്നുകൊണ്ട് ബെല്ലടിക്കുമ്പോഴാണ് ഒരു വിളിച്ചുകൊണ്ട് ഇങ്ങനെ അമീറിന് ഇങ്ങനെ കുത്തേറ്റിക്കണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞാണ്ട് വിളിക്കണം. വന്ന് നമ്മളിവിടെ എത്തുമ്പോഴത്തേനും അമ്മ പറഞ്ഞാണ് കൊണ്ടുപോകാനില്ല, ബാക്കിയില്ല, അമ്മ കരിയാണ് കണ്ട്. അപ്പോൾ നമ്മൾ മാനുവിനെ അതേപോലെ ഇവിടെ നമ്മളെ ബാക്കിയുള്ള അയൽവാസികളെ, എൻ്റെ വാപ്പ പിന്നെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ വിവരം അറിയിച്ചു. ഞങ്ങൾ കണ്ട കാഴ്ചകൾ അവർ രണ്ടാളും ഏട്ടനും ഒന്നിച്ച് ഉണ്ടായിരുന്നൊരു അവസ്ഥയിലുണ്ടായിരുന്നു. ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ ഒരു ബൈക്കുമ്പോൾ രണ്ടാളുണ്ടായിരുന്നു. പിന്നെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. സഹോദരങ്ങൾക്ക് പുറമെ മാതാവും സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സഹോദരങ്ങൾ ഒരുമിച്ച് ബിസിനസ് ഉണ്ടായിരുന്നു. അത് തകർന്നതിന് പിന്നാലെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് കുടുംബത്തിലുണ്ടായി. ഒപ്പം അമീർ സുഹൈല് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയതായും ജുനൈദ് പോലീസിന് മൊഴി നൽകി. ജുനൈദിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ജുനൈദ് മൊഴി മാറ്റി പറയുന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. കൊലപാതകം കരുതിക്കൂട്ടിയുള്ളതായിരുന്നോ അതോ പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്നായിരുന്നോ എന്നതിന് ഉത്തരം കണ്ടെത്താനാണ് പോലീസിന്റെ ഇനിയുള്ള നീക്കം. ന്യൂസ് 18 മലപ്പുറം.